ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 62ൻ്റെ റിവ്യൂ ആണ്. 62ാമത്തെ എപ്പിസോഡല്ലേ? 62ാമത്തെ എപ്പിസോഡൊക്കെ ആവുന്ന സമയത്ത് ഷാനവാസിന് ഇത്രയൊക്കെ പുഴുകാം. ഇത്രയൊക്കെ പുഴുതാലും കുഴപ്പമൊന്നുമില്ല. കാരണം കഴിഞ്ഞ തവണ ഈ ഒരു എപ്പിസോഡുകളൊക്കെ ആയപ്പോഴത്തേക്ക് ജിൻഡോയെ, അത്യാവശ്യം വയ്യാത്ത ജിൻഡോയെ കുറേയധികം ആളുകൾ താങ്ങിയെടുത്തുകൊണ്ട് കപ്പിലേക്കൊക്കെ കൊണ്ടുപോകാനായിട്ട് തുടങ്ങിയിരുന്നു. അപ്പോൾ ഷാനവാസിനെ അങ്ങനെ താങ്ങിയെടുക്കാനായിട്ടുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. നല്ല രീതിയിൽ പുഴുത്ത് ചീഞ്ഞു എന്നുള്ളതല്ലാതെ എനിക്ക് ഷാനവാസിൻ്റെ ഗെയിമിനെ കുറിച്ചിട്ട് കൂടുതലൊന്നും പറയാനായിട്ടില്ല. പിന്നെ ബിന്നി അവസാനം വന്നിട്ട് ആ ഒരു എടുത്തുചാട്ടം, ആ ഒരു വിഡ്ഢിത്തരം കാണിച്ചതുകൊണ്ട് ഷാനവാസിനെ കുറച്ചൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പോയിന്റുകൾ ഷാനവാസിൻ്റെ ആരാധകരായിട്ടുള്ള ആളുകൾക്ക് കിട്ടും. ഷാനവാസ് കാര്യം സാധിക്കാൻ വേണ്ടി മുട്ടിയിരിക്കുന്ന സമയത്ത്, ഡോറിൽ മുട്ടിയ സമയത്ത് ബിന്നി വന്ന് തുറന്നു കൊടുക്കാത്തത് കൊണ്ടാണ് ഷാനവാസിക്ക അമ്മാതിരിയുള്ള പുഴുക്കൽ അവിടെ പുഴുത്തത്. അവിടെ പറഞ്ഞ പോയിന്റുകളൊക്കെ സൂപ്പറാണ്. അതുകൊണ്ട് ഷാനവാസിക്ക ഇന്ന് കളിച്ച മുഴുവൻ പുഴുക്കലുകളെയും നമ്മൾ അംഗീകരിക്കണമെന്നൊക്കെ പറയാൻ വേണ്ടിയുള്ള പോയിന്റുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പെർഫോമൻസിൽ നിന്ന് കിട്ടും. എന്നാലും എന്നാ പോയിൻ്റുണ്ട്, എന്തെങ്കിലും പോയിൻ്റുണ്ട്. ഇക്കട വയലിൽ നിന്ന് എന്തെങ്കിലും നല്ല പോയിന്റുകൾ വന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതേപോലെ തന്നെ ഇത് ഗെയിമോ അല്ലെങ്കിൽ സ്ട്രാറ്റജിയോ അങ്ങനെയുള്ള സംഗതിയൊന്നുമല്ല. ഇത് മനോഭാവമാണ്, പ്യുവറായിട്ടുള്ള മനോഭാവമാണ്. ഈ കാര്യം, ഈ മെയിൽ ഷോമിനിസം അല്ലെങ്കിൽ ടോക്സിക് എന്നീ കാര്യങ്ങളൊന്നും ഈ സീസണിലെ കണ്ടസ്റ്റൻസ് പറയുന്ന സമയത്ത് ഞാൻ കണക്കിലെടുക്കാറില്ല. ഇതൊക്കെ ആരോപണങ്ങളാണ്. എന്നാലും അവസാനം മറ്റേ ആദിലെ നോറയും കൂടെ ഇരുന്ന് പറഞ്ഞ ആ ഒരു കാര്യം കറക്റ്റാണ്. ഷാനവാസ് മറ്റേ ഒരു മെയിൽ ഷോമിനിസ്റ്റ് പരിപാടിയൊക്കെ എടുത്ത് പുറത്തേക്ക് ഇടുകയാണ്. വെറുതെ ഇങ്ങനെ എടി പോടി കഴുതേ എന്നൊക്കെ പറഞ്ഞിട്ട് അടച്ചങ്ങ് ആക്ഷേപിക്കുകയാണ്. ഇയാൾ ഭയങ്കര ബുദ്ധിയുള്ള ഒരു മച്ചാനാണല്ലോ. ശരിക്കും പറഞ്ഞാൽ സീസണിലെ ഏറ്റവും വലിയ കഴുത ബ്രെയിനുമായിട്ട് നടക്കുന്ന ആളാണ് ഷാനവാസ്. അമ്മാതിരി വിഡ്ഢിതാണ്. പിന്നെ ഇത്തിരി ഒത്ത സൈസുള്ള ഒരാളെയൊക്കെ നമുക്ക് തീരെ ഒരു വിഡ്ഢിയായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ മനോഭാവം കൊണ്ട് സീസണിലെ ഒരു രാജാവായിട്ടൊക്കെ നമ്മൾ വേണമെങ്കിൽ പുള്ളി എടുത്ത് ഉയർത്തും. കാരണം ജിൻഡോയുമായിട്ടൊക്കെ താരതമ്യപ്പെടുത്തുന്ന സമയത്ത് കുറച്ചും കൂടെ ഒരു വ്യത്യാസമുണ്ട് ഷാനവാസിന് കുറേ കോൺഫിഡൻസ് ഒക്കെ ഫാമിലി വീക്ക് കഴിഞ്ഞപ്പോൾ കിട്ടി എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ചു. പക്ഷേ അത് തെറ്റിദ്ധാരണയാണ്. പുള്ളിയുടെ പെർഫോമൻസ് കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്ക് ഫാമിലി വീക്കിൽ കാര്യമായിട്ട് ഒരു അറ്റൻഷൻ ഒന്നും കിട്ടാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ കൂടുതൽ അറ്റൻഷൻ കിട്ടിയ ആളുകൾക്കെതിരെ ഗെയിം കളിച്ചിട്ട്, ഈ ഒരു നെഗറ്റീവ് ഗെയിം കളിച്ചിട്ട് രാജപദവിയിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സീസണിലെ കണ്ടസ്റ്റൻസിൻ്റെ ഒരു നല്ല പ്രത്യേകതയാണ് കേട്ടോ അത്. പുറത്ത് സപ്പോർട്ടുണ്ട് എന്ന ആളുകൾ പറയുന്ന ആളുകൾക്കെതിരെ ഗെയിം കളിക്കാനായിട്ട് ഇവർക്ക് മടിയൊന്നുമില്ല. അനീഷിന് സപ്പോർട്ടുണ്ട്, നെവിന് ആളുകൾക്ക് ഇഷ്ടമാണ്, അനിമോളെ ആളുകൾക്ക് ഇഷ്ടമാണ്, ഈവൻ പ്ലാച്ചിയെ പോലും ആളുകൾക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴും അവർക്കെതിരെ ഗെയിം കളിക്കാനായിട്ടൊക്കെ ആളുകൾ റെഡിയാണ്. പിന്നെ ജിസേൽ ഗെയിം മാറ്റി പിടിച്ചു. ആര്യൻ ജിസേൽ ഗെയിം മാറ്റിയതുകൊണ്ട് കുറച്ചും കൂടെ സേഫർ സോണിലേക്ക് വന്നു. ഇപ്പോൾ കൂട്ടത്തിൽ മെനയുള്ള വകതിരിവുള്ള നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരാളെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ ബോയ്സിനിടയിൽ, അത് ആര്യനാണ്. അക്ബറിൻ്റെ ഇഷ്യൂ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്ബറിന് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു റോൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് പറ്റുന്നില്ല. അക്ബറിന് അങ്ങനെ ഇപ്പോൾ സ്ഥിരമായിട്ടുള്ള എതിരാളികളില്ല. അക്ബർ എല്ലാ പക്ഷവും കേൾക്കും. ഏതെങ്കിലും ഒരു പക്ഷം കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു പക്ഷത്തിനൊപ്പം നിൽക്കും. അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. പുള്ളി ഫെയർ ആയിട്ട് ഗെയിം കളിക്കാനായിട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ഫെയർ പ്ലേ കളിക്കാനായിട്ടുള്ള സാഹചര്യം സീസൺ 7-ലില്ല. അക്ബറിനെ നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഷാനവാസ് മാറി നിന്നിട്ട് അക്ബറിന് 8ൻ്റെ പണി കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ ഷാനവാസിൻ്റെ ഗെയിമല്ല, ഷാനവാസിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ദിവസങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. സീസൺ 7-ലെ ഏറ്റവും പരദൂഷണവും അതേപോലെ തന്നെ ഏറ്റവും കുത്തിത്തിരിപ്പും ഏറ്റവും ബാക്ക് സ്റ്റാബിങ്ങും ഉള്ളൊരു കണ്ടസ്റ്റൻ്റാണ് ശരിക്കും ഷാനവാസ്. അത് ഗെയിമല്ല. ഷാനവാസിൻ്റെ ഒരു ബേസിക് നേച്ചർ അങ്ങനെയാണ് എന്നുള്ളത് ഈ ദിവസങ്ങളിൽ നിന്ന് വ്യക്തമാണ്. കാരണം തുടക്കം മുതൽ ഷാനവാസ് ഏതൊക്കെ കാര്യങ്ങളാണോ ഇങ്ങനെ നോട്ട് ചെയ്ത് വരുന്നത്, ആ എല്ലാ കാര്യങ്ങളും എടുത്ത് പറഞ്ഞ് ഗെയിം കളിച്ച് ഭയങ്കര നെഗറ്റീവ് ആകാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയ ഒരു ദിവസമായിരുന്നു ഇന്ന്. കംപ്ലീറ്റ്ലി അത്യാവശ്യം ബോധമുള്ള ഒരാൾക്ക് കംപ്ലീറ്റ്ലി ഷാനവാസിനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ദിനമായിരുന്നു. ലൈവിലൊക്കെ എസ്പെഷ്യലി മറ്റേ നോമിനേഷൻസ് ഉണ്ടല്ലോ, നമ്മുടെ ക്യാപ്റ്റൻസി നോമിനേഷൻസ്, ജയിൽ നോമിനേഷൻസ്, അവിടെയൊക്കെ ഉള്ള ടോക്ക് മുഴുവൻ ഇരുന്ന് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഷാനവാസിൻ്റെ ഒരു പരിപാടി എന്താണെന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ അനീഷിനെ ഒതുക്കി എന്ന് പറയുന്ന ഒരു ഗെയിമർ പരിപാടി ഷാനവാസ് ചെയ്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ഷാനവാസിൻ്റേത് ബാക്കിയുള്ളതെല്ലാം പുഴുക്കൽ പരിപാടിയായിരുന്നു. ഷാനവാസ് ആകെ പുഴുത്ത് നാറിയ പരിപാടിയായിരുന്നു ബാക്കിയുള്ളതെല്ലാം. എന്നിട്ടും PR ടൈമിൽ ആരെങ്കിലുമൊക്കെ അല്ല ഷാനവാസ് ഇക്കാൻ്റെ ഗെയിമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ അല്ല, ഷാനവാസ് പ്രൊവോക്ഡായി അങ്ങേറ്റത്ത് നിന്നിട്ടാണ് ഷാനവാസ് തിരിച്ച് സംസാരിക്കുന്നതൊക്കെ. അതിൻ്റെ ഭാഗമായിട്ടാണ് പുള്ളിക്കാരന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പുള്ളിയുടെ ഉള്ളിലുള്ള പുഴുക്കലുകൾ പുറത്തേക്ക് ചാടി വരുന്നത്. എടി പോടി കഴുത എന്നൊക്കെ പറഞ്ഞ് അവിടെയുള്ള ആളുകളെയൊക്കെ വിളിക്കാൻ ഷാനവാസ് ആഗ്രഹിച്ചിട്ടല്ല. പക്ഷേ പുള്ളി അങ്ങനെയാണ്, പുള്ളിയുടെ മനോഭാവം അങ്ങനെയാണ്. അപ്പോൾ ബിന്നി ക്യാപ്റ്റനായിരിക്കുന്ന ഒരു സാഹചര്യം, അതേപോലെ തന്നെ ഫാമിലി വീക്കിൽ നിന്ന് പുള്ളി മനസ്സിലാക്കിയ ഒരു സംഗതിയുണ്ട്, സ്ത്രീകൾ നല്ല രീതിയിൽ പെർഫോമിംഗ് ആണ്, അവർ കുറച്ചും കൂടെ സ്കോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഉള്ളൊരു അമർഷത്തിൽ നിന്നിട്ടാണ് എടി പോടി കഴുത എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കുകളൊക്കെ വരുന്നത്. എനിക്ക് തോന്നുന്നു ഷാനവാസ് ഇതിൽ നിന്ന് വിഭിന്നമായിട്ട് വീട്ടിലും പെരുമാറാനുള്ള സാധ്യതയൊന്നുമില്ല. കാരണം അത്രയധികം മോശമായിട്ട് ഒരാൾ വിളിക്കരുത് എന്ന് പറഞ്ഞിട്ടും എടി പോടി എന്നൊക്കെ പറഞ്ഞ് വിളിക്കാനായിട്ടുള്ള ഒരു അധികാര മനോഭാവം വരുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയുള്ള പുരുഷന്മാർക്ക്, പിന്നീട് ഭാഷയിൽ വയ്യാത്തവന്മാർക്ക് എപ്പോഴുള്ളൊരു ചിന്ത
ചിന്തയായിരിക്കും അധികാര പരിധിയിലുള്ള സ്ത്രീകൾ, ഭാര്യ, മകൾ, അതേപോലെ തന്നെ സഹോദരി, അവരോടൊക്കെ ഇങ്ങനെ മെക്കിട്ട് കയറും. അവരെയൊക്കെ ഇങ്ങനെ കഴുതേ, ഞാൻ ബുദ്ധിയുള്ളവനല്ലേടി കഴുതേ എന്നൊക്കെ പറഞ്ഞിട്ട് പെരുമാറും. പക്ഷേ ആ ഒരു അധികാര പരിധി പോലും, അവരുടെ പെർസ്പെക്റ്റീവിലുള്ള അധികാര പരിധി പോലും അവർക്ക് വിചാരിക്കാൻ പറ്റാത്ത ആളുകളാണ് ഈ അനുമോളോ അല്ലെങ്കിൽ ലക്ഷ്മിയോ അല്ലെങ്കിൽ അവിടെയുള്ള ബാക്കി കണ്ടസ്റ്റൻസോ ഒക്കെ. ഇടിച്ചു കയറി ആങ്ങളായതുകൊണ്ട് കാര്യമൊന്നുമില്ല, മാന്യമായിട്ട് പെരുമാറാനായിട്ട് പഠിക്കണ്ടേ. അപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ട് കൂടി അവരെ ഇങ്ങനെ എടി പോടി കഴുതേന്നൊക്കെ എന്ത് അധികാരത്തിലാണ് ഈ വിളിക്കുന്നത്? ബിഗ് ബോസ് ഹൗസ് ആയതുകൊണ്ടല്ലേ. പുറത്ത് വല്ലതായിരുന്നുണ്ടെങ്കിൽ അടിച്ച് കരണം പോച്ചനെ കേൾക്കുന്ന സ്ത്രീകളൊക്കെ. ഇപ്പോൾ എൻ്റെ ഏതെങ്കിലും വേണ്ടപ്പെട്ട ആളുകൾ, അതിപ്പോൾ സ്ത്രീ പുരുഷ ഭേദമന്യേ ആരും ആയിക്കോട്ടെ, അവരുടെ അടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ഒരാൾ, അവർ തിരിച്ച് ആ രീതിയിൽ പെരുമാറാത്ത ഒരു സാഹചര്യത്തിൽ അങ്ങനെ പെരുമാറുന്ന ഒരാൾ മുന്നിൽപ്പെട്ട് കഴിഞ്ഞാൽ 2 കൊടുത്തിട്ട് പോരാനേ ഞാൻ പറയത്തുള്ളൂ. കാരണം അടിച്ച് പുകയ്ക്കണം. അല്ലാതെ ഇതിനൊന്നും മരുന്ന് ഞാൻ കാണുന്നൊന്നുമില്ല. ഞാനങ്ങനെ വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളൊന്നുമല്ല. പക്ഷേ ഇത്തരത്തിലുള്ള ചില തലോടലുകളൊക്കെ അത് അവരുടെ ആ ഒരു ആണത്തത്തെയൊക്കെ വല്ലാതെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കി കളയും. ഇപ്പം ഷാനവാസിനിട്ട് ഒരു അടി കൊടുത്തിട്ട് അവിടെയുള്ളൊരു കണ്ടസ്റ്റൻറ്റ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഷാനവാസിന് ഫിസിക്കൽ അസോൾട്ട് എന്നൊക്കെ ആരോപിക്കാമെന്നുണ്ടെങ്കിലും തല്ലു വാങ്ങിക്കൂട്ടിയ സാഹചര്യത്തെ പരിഗണിക്കുന്ന സമയത്ത് നാണക്കേട് ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ ഇമാതിരിയുള്ള തല്ലുകൊള്ളി പുഴുത്ത ഗെയിമൊന്നും എടുത്ത് താങ്ങി പിടിച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ബാക്കിയുള്ള ഗെയിമേഴ്സൊക്കെ കയറി വരും. അപ്പോൾ ഒന്നടങ്ങ്. ഞാൻ കുറച്ച് ആളുകളോട് പറയുകയാണ്, ആഘോഷിക്കുന്ന ആളുകളോട് പറയുകയാണ്, ഒന്നടങ്ങ്. രാവിലെ കിച്ചണിൽ ഷാനവാസിൻ്റെയും അനീഷിൻ്റെയും ലോകത്തിലുള്ള ചില തമാശകളൊക്കെയാണ്. അനീഷ് കംപ്ലീറ്റ്ലി ഷാനവാസിനെ മടുത്തിട്ടുണ്ട്. അപ്പം ഷാനവാസ് അടുത്തേക്ക് വരുന്ന സമയത്ത് അനീഷ് ഒന്നും മിണ്ടുന്നില്ല. അനീഷിന് മനസ്സിലായി പണി പാളിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പം അനീഷ് കാണിക്കുന്ന ഒരു മണ്ടത്തരമുണ്ട്. ഈ ഫാമിലി വീക്കിൽ ആളുകൾ വന്ന സമയത്ത് അനീഷിന് സപ്പോർട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയപ്പോൾ അനീഷ് ചിന്തിച്ചത് പഴയ ഗെയിമിൻ്റെ സപ്പോർട്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള വെറുപ്പിക്കലൊക്കെ അനീഷിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ഷാനവാസ് ആണെങ്കിൽ അവിടെ മിത്രം എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷിൻ്റെ അടുത്ത് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. മാറി നിന്നിട്ട് ബാക്ക് സ്റ്റാബ് ചെയ്യുന്ന സമയത്ത് ആളുകളത് ഒരു നെഗറ്റീവായിട്ട് നോക്കി കാണും. അത് ഷാനവാസിന് ഗുണപ്പെടില്ല. അവിടെ ഷാനവാസ് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ മോഷ്ടിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ഫണ്ണാണ്. ഇവിടെയുള്ള പല ആളുകളും പലതും മോഷ്ടിക്കുന്നുണ്ട്. അവരൊന്നും അറിയാതെ ഞാനും മോഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നു താൻ മോഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാ ആളുകൾക്കും അറിയാം. ഇങ്ങനെ പതുക്കെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നെവിനെ കൂട്ടുപിടിക്കുകയാണ്. അപ്പം നെവിൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനില്ലെങ്കിൽ സ്പൈക്കൂട്ടനില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള മോഷണങ്ങൾ സ്വന്തം റേഷനിൽ നിന്നാണല്ലോ എടുത്തു വയ്ക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ന്യായീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് മാസ് ഉണ്ട് എന്ന് അവർ വിചാരിക്കുന്നുണ്ടാവും. എനിക്കതിനകത്ത് വലിയ മാസമൊന്നും തോന്നുന്നില്ല. ഈ സീസണെ നശിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഫുഡുമായി ബന്ധപ്പെട്ട പരിപാടി. കിച്ചൺ ഫുഡ് മോഷണം ഈ സീസണെ നശിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. നെവിൻ അതിനകത്ത് വളരെ കോൺഫിഡൻ്റ് ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല നെവിൻ്റെ ആ ഒരു പരിപാടിയാണ് ആൾക്കാർ എൻജോയ് ചെയ്യുന്നുള്ളത്. നെവിൻ്റെ സൗഹൃദവും നെവിൻ്റെ വർത്തമാനവും നെവിൻ്റെ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെയാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത്. സീസൺ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം നെവിനുമായിട്ട് അവിടെയുള്ള ആളുകളുടെ ഒരു സൗഹൃദം. നെവിനോട് ആർക്കും വലിയ ഹാർഡായിട്ടുള്ള ഇമോഷണൽ പ്രശ്നങ്ങളൊന്നുമില്ല. നെവിനോട് ആർക്കും വലിയ ഹെയ്റ്റ് ഒന്നുമില്ല. നെവിനോട് ആർക്കും ഗ്രഡ്ജ് ഇല്ല. നെവിൻ അങ്ങനെ വളരെ സിമ്പിളായിട്ട് പോകുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ്. അതേപോലെ തന്നെ അവിടെയുള്ള സ്ത്രീകൾക്ക് നെവിൻ വളരെയധികം സേഫായിട്ടുള്ള ഒരാളാണെന്നുള്ള തോന്നലുണ്ട്. അപ്പോൾ അവർ ഏറ്റവും അടുത്ത് ഇടപഴകുന്നത് നെവിനോടാണ്. അപ്പോൾ നെവിൻ്റെ ബാട്ടച്ച്, നെവിൻ്റെ കട്ടിലുള്ള കയറ്റം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മോശമാണ് എന്നൊക്കെ പറഞ്ഞ ആളുകളൊക്കെ ഇപ്പോൾ നെവിനുമായിട്ട് വളരെ അടുത്ത് ഇടപഴകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് നെവിൻ്റെ ഒരു പോസിറ്റീവ് സമീപനത്തിൽ നിന്നുണ്ടാവുന്ന ഒരു റിസൾട്ടാണ്. ബിന്നിയുടെ ക്യാപ്റ്റൻസിയെ കുറിച്ചിട്ട് ഏതായാലും വീക്കെൻഡ് എപ്പിസോഡിൽ കാര്യമായിട്ടുള്ള ഒരു അനാലിസിസ് ഉണ്ടാവും. എൻ്റെ ഒരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പോരാ. അതിപ്പോൾ നൂബിൻ വന്നതുകൊണ്ട് കംപ്ലീറ്റ്ലി കുറേ ദിവസങ്ങൾ ബിന്നിയുടെ അടുത്ത് നിന്ന് പോയി. ബിന്നി ക്യാപ്റ്റനായിട്ട് പെർഫോം ചെയ്തില്ല. ബിന്നിക്കുള്ള സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ അതുപോലെ തന്നെ ശ്രമിച്ചു എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ആളുകൾ വഴക്കുണ്ടാക്കുന്ന സമയത്ത് തിരിച്ച് സംസാരിക്കണം, തൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കാൻ വേണ്ടി വരണം എന്നുള്ള ആഗ്രഹങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബിന്നി ക്യാപ്റ്റൻ എന്ന് പറയുന്ന പരിപാടിയിൽ വലിയ നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് എനിക്ക് തോന്നുന്നില്ല. സീസൺ 7 അങ്ങനെ നല്ല രീതിയിൽ ക്യാപ്റ്റൻസി ചെയ്യാനായിട്ട് പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് താനും കേട്ടോ. സീസൺ 7 ഏറ്റവും വലിയ ടാസ്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ് പണിയെടുപ്പിക്കുക എന്നുള്ളതാണ്. നൂറ കുറച്ചും കൂടെയൊക്കെ പണിയെടുക്കുന്നുണ്ട്, ജിസയിൽ കുറച്ചൊക്കെ പണിയെടുക്കുന്നുണ്ട്, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ വേറെ അധികം ആളുകൾ ബിന്നി പണിയെടുക്കുന്ന ആളാണ് കേട്ടോ. ബിന്നി ക്യാപ്റ്റൻ അല്ല എന്നുണ്ടെങ്കിൽ ഡ്യൂട്ടികൾ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അനീഷ് കുറച്ച് പണി കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. പൊതുവെ പണിയെടുക്കാനായിട്ട് മടിയുള്ളൊരു സീസണാണ്. അപ്പോൾ ഷാനവാസ് ഉടായ്പാണ് നമുക്കറിയാം. അപ്പോൾ ഷാനവാസിനെ ഫ്ലോർ ക്ലീൻ ചെയ്യാൻ വേണ്ടി ബിന്നി വിളിക്കുകയാണ്. അത് ആര്യനോടൊപ്പം ഇരുന്ന സമയത്ത് ഷാനവാസിനെ ഫ്ലോർ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഫ്ലോർ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള ആര്യൻ വിളിക്കുകയാണ്. ബിന്നി കൂടെ ഉണ്ട്. ചാണകം ചാരിയാൽ ചാണകം മണക്കും എന്ന് അവരുടെ ഒരു ഇരിപ്പിനെ നോക്കിയായിരിക്കാം ഷാനവാസ് പറയുന്നത്. അത് അനീഷിൻ്റെ അടുത്ത് നിന്നാണ് പറയുന്നത്. അതിവിടെ പറയേണ്ട കാര്യം എന്താണെന്ന് അനീഷ് തിരിച്ചു ചോദിക്കുന്നു. വീണ്ടും ഹൗസ് ഡ്യൂട്ടികളുമായി ബന്ധപ്പെട്ട ഒരു കോൺവെർസേഷനാണ് നമ്മളവിടെ കേൾക്കുന്നത്.
നൂറെ വെസൽ കഴുകാൻ വേണ്ടി വിളിക്കുന്നു. നൂറ പറയുന്നു ഞാനല്ലാതെ വേറെ 2 ആളുകളും കൂടെ ഈ ഒരു ജോലി ചെയ്യാൻ ഇവിടെയുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നു സാബുമോനൊക്കെ ഇടയ്ക്ക് വന്ന് ചെയ്യാറുണ്ട്. ശരിയാണ് കേട്ടോ, സാബുമോനൊക്കെ വന്ന് ഡ്യൂട്ടിയൊക്കെ ചെയ്യാറുണ്ട്. സാബുമോനെ പിന്നെ അധികം ക്യാമറ അങ്ങനെ കാണിക്കാറില്ലാത്തതുകൊണ്ടാണ് നമ്മളത് കാണാത്തത്. മുന്നേ ഞാൻ ആ ഒരു ഡ്യൂട്ടിയുടെ കാര്യത്തിൽ സാബുമോനെ എടുത്ത് പറയാത്തതും. ഈ സ്റ്റോറിൽ ബെല്ലടിക്കും ബാറ്ററി കൊണ്ടുവരുന്ന സമയത്ത്. നമുക്കറിയാം ടാസ്ക് ലെറ്റർ കൊണ്ടുവരുന്ന സമയത്തും സാധാരണയായിട്ട് ഈ സ്റ്റോറിൽ പോയിക്കൊണ്ടിരുന്ന ആളുകൾ ആരാണ്? ക്യാപ്റ്റൻസ് ആയിട്ടുള്ള ആളുകളാണ്. കഴിഞ്ഞ സീസണിലും അതിൻ്റെ മുന്നത്തെ സീസണിലും ഒക്കെ ഈ ക്യാപ്റ്റനായിട്ട് സ്റ്റോർ റൂമിൽ പോകുന്ന ആ ഒരു പരിപാടിക്ക് വേണ്ടി ആളുകൾ കാത്തിരിക്കാറുണ്ടായിരുന്നു. എന്നാൽ അനീഷ് വന്നപ്പോഴത്തേക്ക് അനീഷ് കുറേ പുതിയ പരിപാടികളൊക്കെ കൊണ്ടുവന്നു. എന്നാൽ മൊത്തത്തിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കണ്ടസ്റ്റൻസ് അത് കണ്ണു അടച്ചു വിട്ടു. എന്നാൽ അവരിപ്പോൾ അത് ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അനീഷ് സ്റ്റോർ റൂമിൽ പോയിട്ട് ടാസ്ക് ലെറ്റർ എടുത്തുകൊണ്ട് വരുന്നു, ബാറ്ററി എടുത്തുകൊണ്ട് വരുന്നു, അങ്ങനെയുള്ള പരിപാടികൾ. അപ്പോൾ ഇന്നലെയും അതേപോലെ തന്നെ ഇന്നുമൊക്കെ ഈ സ്റ്റോർ റൂമിൽ പോകുന്ന പരിപാടിക്ക് എതിരായിട്ട് കണ്ടസ്റ്റൻസ് പറഞ്ഞു തുടങ്ങി. ക്യാപ്റ്റനായിട്ടുള്ള ബിന്നി അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഇന്നലെ നമ്മൾ കണ്ടു അക്ബർ മറ്റേ ഡോറ് ലോക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അനീഷ് ഒരു ആരോപണം ഉന്നയിക്കുകയാണ്, സഹതാപ വോട്ട് പിടിച്ചു പറ്റാൻ വേണ്ടിയുള്ള സഹതാപ കാർഡ്. എൻ്റെ പൊന്നനീഷ് വെറുപ്പിച്ച് തുടങ്ങരുത്. കാരണം ഈ കരച്ചിലും വയ്യാഴികയും അനീഷ് ഇറക്കി തുടങ്ങിക്കഴിഞ്ഞാൽ, ഒറ്റപ്പെടൽ പരിപാടിയൊക്കെ ഇറക്കി കഴിഞ്ഞാൽ ബോറായി പോകും. അപ്പോൾ അനീഷ്, വീട്ടുകാരൊക്കെ വരാൻ വേണ്ടി വളരെയധികം ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ വീട്ടുകാർ വന്നതിന് ശേഷം എല്ലാവരും എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നു. ഇതൊക്കെ വലിയ പ്രശ്നമായി. ഇതൊക്കെ പ്രശ്നമായത് വീട്ടുകാർ വന്നതിന് ശേഷമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കണ്ടസ്റ്റൻസ് അതിനെതിരെ മറുപടിയൊക്കെ തിരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ പറയുന്നു ചെയ്തുകൊണ്ടിരുന്ന പണി ഇട്ടെറിഞ്ഞിട്ട് ഓടേണ്ട ആവശ്യം എന്താണ്? ശരിയാണ്, ചെയ്തുകൊണ്ടിരുന്ന പണിയൊക്കെ ഇട്ടെറിഞ്ഞിട്ട് അനീഷ് ഓടുകയാണ് മറ്റേ സ്റ്റോർ റൂമിലേക്ക്. ചുമ്മാ ഒരുമാതിരി എന്തെങ്കിലും ഒരു കാര്യം ക്യാമറയ്ക്ക് മുന്നിൽ പെടാൻ വേണ്ടി, എന്തെങ്കിലുമൊക്കെ ഒരു രീതിയിൽ ക്യാമറയ്ക്ക് മുന്നിൽ പെടാൻ വേണ്ടിയുള്ള ഒരു ദാരിദ്ര്യ ഗെയിമായിട്ട് നമുക്കതിനെ നോക്കിക്കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അനീഷ് തിരിച്ച് പറയുന്നു, ബിന്നിയുടെ ക്യാപ്റ്റൻസി തുടങ്ങിയ ആദ്യ 2 ദിവസവും ഞാൻ തന്നെയാണ് സ്റ്റോർ റൂമിൽ പോയി കാര്യങ്ങൾ എടുത്തത്. ശരിയാണ്, മോർണിംഗിൽ എഴുന്നേൽക്കുന്നത് അനീഷല്ലേ ഉള്ളൂ. ആ ഒരു ഇതിൽ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് അനീഷിനോടൊപ്പം നിൽക്കാം. പക്ഷേ സ്റ്റോർ റൂമിൽ പോയിട്ട് അവരെടുത്തോളാം, ഇനി എടുക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കേണ്ടതാണ് ഗെയിമിൻ്റെ ഒരു രീതി. പിന്നീട് ജയിൽ നോമിനേഷനാണ്. 9 വോട്ടുകളോടെ ഷാനവാസ്, 7 വോട്ടുകളോടെ അനീഷ്. ഈ ജയിൽ നോമിനേഷൻ കാണേണ്ട ഒരു പരിപാടി തന്നെയാണ് കേട്ടോ. കാരണം ഒരു ദീർഘ പ്രസംഗമൊക്കെ എല്ലാ ആൾക്കാരും നടത്തുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ചളിയൊക്കെ വാരി എറിയുന്നുണ്ട്. ഷാനവാസിൻ്റെ മെയിൻ പുഴുക്കലും മാസാവലും അതിനകത്തായിരുന്നു ഏറെ ഉണ്ടായിരുന്നത്. അത് എപ്പിസോഡിലേക്ക് ഉൾപ്പെടുത്താതിരുന്നത് ബിഗ് ബോസിൻ്റെ ഒരു നല്ല ഗെയിമെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം അമ്മാതിരി വേസ്റ്റ് ടോക്കായിരുന്നു അതിനകത്ത്. 90% കാര്യമായിട്ടുള്ള പോയിന്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഷാനവാസിന് ജയിലിൽ പോകാനായിട്ട് വലിയ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗെയിമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കളിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് രാവിലെ തൊട്ട് ആ ഒരു പരിപാടിക്ക് വേണ്ടി ആളുകളെ ചൊറിയുന്നൊക്കെ ഉണ്ടായിരുന്നു. ജയിലിൽ പോകാതിരിക്കാനായിട്ടുള്ള ഒരു കാരണം ഷാനവാസിൽ കാണുന്നുണ്ടായിരുന്നില്ല. കാരണം അത്രയധികം വെറുപ്പിക്കലുണ്ടായിരുന്നു. കൂടുതൽ ആളുകളും ആ ഒരു ഫുഡ് എടുത്തുകൊണ്ട് പോയതിനെ കുറിച്ചിട്ടൊക്കെയാണ് പറഞ്ഞത്. ജയിലിലേക്ക് പോകുന്ന സമയത്ത് തനിക്ക് അകമ്പടിയായിട്ട് ഒരു പാട്ട് വേണം എന്നൊക്കെ ഷാനവാസ് നിർദ്ദേശിച്ചു. അക്ബറിൻ്റെ ഒരു കിടിലൻ പാരഡി പാട്ട് അവിടെ ഉണ്ടായിരുന്നു. മാസ് കാണിക്കാൻ വെകിളി കാട്ടുന്നവൻ, ഫ്ലോപ്പാണ്, ചീപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പാട്ട്. നല്ല രസമായിട്ട് തന്നെ അക്ബർ അത് ചെയ്തു. നല്ല ലെങ്തി ആയിട്ട് വരികൾ പെട്ടെന്ന് തന്നെ മനസ്സിലാലോചിച്ച് എങ്ങനെ പാടാനായിട്ട് പറ്റുന്നു. ഒരു അതുല്യ പ്രതിഭ തന്നെ. അക്ബറിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഇന്ന് കഞ്ഞിയും ചമ്മന്തിയും മാത്രമേ ഉള്ളൂ, അച്ചാറില്ല. കഞ്ഞിയൊക്കെ ജയിലിലേക്ക് വരികയാണ്. എപ്പിസോഡ് തൂക്കാനായിട്ടുള്ള പ്ലാനൊക്കെ ഷാനവാസിനുണ്ടായിരുന്നു. എപ്പിസോഡ് തൂക്കിയില്ല. ഇനി BB+ തൂക്കുക എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പിന്നീട് ഒരു പ്രഹസനത്തിന് വേണ്ടിയും അതേപോലെ തന്നെ മാസാകാൻ വേണ്ടിയൊക്കെ ചെയ്ത കാര്യങ്ങളാണ്. ടോയ്ലറ്റിൽ പോകാൻ എന്നുള്ള വ്യാജന പുറത്തിറങ്ങി കറങ്ങി നടന്നതൊക്കെ. അപ്പോൾ ബിന്നി അതിനെ ചോദ്യം ചെയ്യുന്നു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബിന്നിയായിട്ടുള്ള പ്രശ്നമൊക്കെ അങ്ങോട്ട് ബിന്നിയുടെ ഈഗോയെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് തുടങ്ങുന്നത്. അപ്പോൾ ക്യാപ്റ്റനെ ബഹുമാനിക്കുന്നില്ല. അത് ബഹുമാനിക്കുന്നില്ല എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. ക്യാപ്റ്റനെ ബഹുമാനിക്കേണ്ട തരത്തിലേക്കുള്ള പെർഫോമൻസ് ബിന്നിയുടെ ഭാഗത്തുനിന്ന് ആദ്യം മുതൽ ഉണ്ടായില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അതെങ്ങനെയാണ് പെർഫോം ചെയ്ത് വരുമ്പോഴത്തേക്ക് വീട്ടുകാരൊക്കെ വന്നപ്പോഴത്തേക്ക് ബിന്നി ഒരു കുടുംബിനിയായി മാറിയില്ലേ? ഒരു ഭാര്യ പദവി എന്നുള്ള രീതിയിലേക്ക് പോയി ആ സ്നേഹമൊക്കെ പങ്കിട്ടുകൊണ്ട് പോയ സമയത്ത് ക്യാപ്റ്റൻസി പുള്ളിക്കാരി അങ്ങ് വിട്ടുപോയ കാര്യമാണ്. പെട്ടെന്ന് ഇപ്പോൾ ഓർത്തെടുത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നീട് ക്യാപ്റ്റൻസി ടാസ്ക് മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുകയാണ്. ഒനീലാണ് ആദ്യം വരുന്നത്. ഒനീൽ അനിമോളെ പറയുകയാണ്, കിച്ചൺ മാത്രമല്ല പുറത്തിറങ്ങി ബാക്കി കാര്യങ്ങളും കൂടെ ഒന്ന് ചെയ്യട്ടെ, എങ്ങനെയുണ്ട് എന്നറിയാമല്ലോ. പിന്നീട് ആദിലെ പറയുന്നു, ഹോട്ടൽ ടാസ്ക് നന്നായിട്ട് ചെയ്തു, അതിലെ ഡ്യൂട്ടികളൊക്കെ ഭംഗിയായിട്ട് നിർവഹിച്ചു. ആദില ആദ്യം നൂറയാണ് പറയുന്നത്, പൊതുശല്യമാണ്, പേഴ്സണൽ സ്പേസ് എനിക്ക് കിട്ടാൻ വേണ്ടി നോറ വേണമെങ്കിലൊന്ന് ക്യാപ്റ്റൻ ആയിക്കോട്ടെ. ലക്ഷ്മിയെ പറയുന്നു, ലക്ഷ്മി ഒരു അണ്ടർ പ്രഷറിൽ നിന്നിട്ട് എങ്ങനെ പെരുമാറും എന്നറിയാനായിട്ട് ആഗ്രഹമുണ്ട്. നൂറ, ലക്ഷ്മി, ആദില എന്നിവരാണ് പറയുന്നത്. 2 ആളുകൾക്കും ഒരു ചാൻസ് കൊടുത്തു നോക്കാം എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അനു ജിസേലിനെ പറയുന്നു, ടാസ്കിൽ പിറകിലാണ്, എല്ലാത്തിലും പിറകിലാണ്. അപ്പോൾ ക്യാപ്റ്റൻസിൽ വരുന്ന സമയത്ത് എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് കാണട്ടെ.
അതേപോലെ തന്നെ ആദിലെ പറയുന്നു ആദില ജിസൈലിനേക്കാളും മടിസിയാണ് എന്നുള്ളതാണ് അനുവിൻ്റെ പക്ഷം. അക്ബർ ആദിലെ പറയുന്നു പൊതുവെ മടിയുള്ള ആളാണ് ആദില, ഒരു ഡ്യൂട്ടിയും മര്യാദയ്ക്ക് ചെയ്യുന്നത് കണ്ടിട്ടില്ല. അതേപോലെ ക്യാപ്റ്റൻസിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ചൊറിഞ്ഞ സ്വഭാവവും മാറുമെന്ന് വിചാരിക്കുകയാണ്. ശരിയാണ്, ക്യാപ്റ്റൻസിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ചൊറിഞ്ഞ സ്വഭാവത്തിനുള്ള സമയമില്ലല്ലോ. ഞാൻ പറയുന്നത് പണി കൊടുക്കാനാണെങ്കിൽ ക്യാപ്റ്റൻസി കൊടുക്കണം, പക്ഷേ അവർക്ക് മറ്റേ നോമിനേഷൻ ഫ്രീ കിട്ടുന്നതുകൊണ്ട് പല ആളുകളും ആ ഒരു റിസ്ക് എടുക്കാറില്ല. അനുവിനെ പറയുന്നുണ്ട് അടുക്കളയിൽ ഒതുങ്ങാതെ പൊതുരംഗത്തേക്ക് വരണം എന്നുള്ളതാണ് അക്ബർ പറയുന്നത്. സാബുമോൻ അനുമോളെ പറയുന്നു. അനുമോൾ ഇപ്പോൾ കുറച്ച് ഫെയർ ആയിട്ടൊക്കെ കളിക്കുന്നുണ്ട്, അതേപോലെ തന്നെ അനുമോളുടെ ആ ഒരു ക്യാരക്ടറൊക്കെ ഒന്ന് ഡെവലപ്പായി വരുന്നുണ്ട്. പിന്നീട് ലക്ഷ്മി ഇടയ്ക്കൊക്കെ ചേഞ്ചസ് എൻ്റെ അടുത്ത് വന്നിട്ട് ഹൗസിൽ വരുത്തേണ്ട ചേഞ്ചസ് സജസ്റ്റ് ചെയ്യാറുണ്ട്, അപ്പോൾ ലക്ഷ്മിക്ക് ഒരു അവസരം ആയിക്കോട്ടെ. ആര്യൻ ആദിലെ പറയുന്നു സ്ട്രോങ് പ്ലെയർ ആണ്. അതേപോലെ തന്നെ ലക്ഷ്മി പറയുന്നു ഫസ്റ്റ് വീക്കിലെ ഇഷ്യൂ കാരണം നമ്മൾ ലക്ഷ്മിയെ കൂടുതൽ അങ്ങോട്ട് മൈൻഡ് ചെയ്തിട്ടില്ല, ലക്ഷ്മിക്ക് ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ലക്ഷ്മിയെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ലക്ഷ്മി ജിസേലിനെയാണ് പറയുന്നത് പലതവണ പ്രൊവോക്ക് ചെയ്ത് നോക്കിയിട്ടും പല വഴികൾ നോക്കിയിട്ടും ജിസേൽ ആ ഒരു ചിരി വിട്ടിട്ടുള്ള ഒരു പരിപാടിയില്ല, വളരെ കൂളായിട്ടാണ് ഗെയിം കളിക്കുന്നത്. അപ്പോൾ ക്യാപ്റ്റൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രഷർ കാരണം കയ്യിൽ നിന്ന് പോകുമോ എന്ന് കണ്ടറിയാൻ വേണ്ടിയാണ് ലക്ഷ്മി ജിസേലിനെ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് നൂറ ഇങ്ങനെ ഉറങ്ങി കുട്ടികളെയൊക്കെ കളിച്ച് പോകുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ്, അങ്ങനെ ഒരു ലേസി കണ്ടസ്റ്റൻ്റ് ആണ്. അപ്പോൾ കുട്ടികളെ മാറാനായിട്ടും റെസ്പോൺസിബിൾ ആകാൻ വേണ്ടിയും നൂറയെ സജസ്റ്റ് ചെയ്യുന്നു. നിവിൻ തൻ്റെ കക്കൂസ് പാർട്ണറായിട്ടുള്ള ജിസേലിനെ സജസ്റ്റ് ചെയ്യുന്നു. ചെറിയ തുണി വെച്ച് കക്കൂസ് മൊത്തം കഴുകുന്ന ആ ഒരു ആത്മാർത്ഥത എടുത്തു പറയുന്നു. പിന്നീട് ലക്ഷ്മിയെ സജസ്റ്റ് ചെയ്യുന്നു. ലക്ഷ്മിക്ക് കമാൻഡിങ് പവർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. രണ്ടിൻ്റെ ഒരു മിഡിലാണ് നിൽക്കുന്നത്, രണ്ടിൻ്റെ മിഡിലിൽ കിടന്ന് തൂങ്ങി ആടുകയാണ്. ലേഡി ക്യാപ്റ്റനോ മെയിൽ ക്യാപ്റ്റനോ അങ്ങനെയൊക്കെ ആവണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ആയിക്കോളൂ, പുരുഷ വിദ്വേഷം വേണമെങ്കിൽ വെച്ചോളൂ എന്നൊക്കെയുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ജിസേൽ അക്ബറിനെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. അക്ബർ വരുത്തുന്ന ചേഞ്ചസ് ഒക്കെ കാണാനായിട്ടുള്ള ആഗ്രഹമുണ്ട്. ആദിലേക്ക് കമാൻഡിങ് വോയിസ് ഉണ്ട്, പക്ഷെ ഒരു വഴി കിട്ടണില്ല. അങ്ങനെ ഒരു വഴി, ഒരു വേ കൊടുക്കാൻ വേണ്ടിയാണ് ക്യാപ്റ്റൻസിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത്. ബിന്നി ജിസേലിനെ പറയുന്നു ആദ്യ ആഴ്ചകളിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു, ഷീ ഹാസ് ടു കം ബാക്ക്. അതേപോലെ തന്നെ ലക്ഷ്മി വന്നപ്പോൾ ആദ്യ ആഴ്ചകളിൽ ജഗപുകയൊക്കെ ആയിരുന്നു, ഇടയ്ക്ക് ഡൗൺ ആയി, ഇപ്പോൾ സംസാരിക്കുന്നില്ല, ഒരു വാക്കിൽ നിർത്തി മറുപടിയൊക്കെ പറഞ്ഞ് പോവുകയാണ്. കൂടുതൽ സംസാരിക്കാൻ വേണ്ടി ക്യാപ്റ്റൻസി കൊടുത്ത് നോക്കാമെന്നാണ് പറയുന്നത്. 6 വോട്ടുകളോടെ ആദില, പിന്നീട് 4 വോട്ടുകളോടെ ലക്ഷ്മി ആൻഡ് ജിസേൽ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനുശേഷം രസകരമായിട്ടുള്ള ഒരു സീൻ നമ്മളെ കാണിച്ചിരുന്നു. ബിന്നിയും അതേപോലെ തന്നെ നെവിനും കൂടെ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണത്തിന് വേണ്ടി ബിഗ് ബോസിനോട് കേണപേക്ഷിക്കുന്നു, പ്രാർത്ഥനകൾ അർപ്പിക്കുന്ന ഒരു പരിപാടി. ഇതിനുശേഷം ജയിൽ പണിഷ്മെൻ്റ് ആണ്. ജയിൽ പണിഷ്മെൻറ്റ് അനൗൺസ് ചെയ്യുകയാണ്. മാവാട്ടുക എന്നുള്ള ഒരു ടാസ്ക്കാണ്. രസകരമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഈസി ടാസ്ക് ആയിരുന്നു. ഇതിനിടയിലും ബിന്നി, ഷാനവാസ് എന്നിവരൊക്കെ അലമ്പുണ്ടാക്കുന്നുണ്ട്. KP നമ്പൂതിരിസിൻ്റെ ദന്ത സംരക്ഷണ ടാസ്കിൽ ഇത്തവണ ഒനിലാണ് വിജയ്. ജിസേലിനെ കഴിഞ്ഞവണ തിരഞ്ഞെടുത്തതുകൊണ്ട് ഇത്തവണ തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരുന്നു. പിന്നെ കോഴിക്കള്ളന്മാർ എന്നുള്ള ഒരു ഡെയിലി ടാസ്ക്കാണ്. അത് നല്ലൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ. 5 പേരടങ്ങുന്ന 2 ടീമായിട്ട് കണ്ടസ്റ്റൻസ് തിരിയും. ഒരു ടീമിൻ്റെ ഭാഗത്ത് കുറേ ഭക്ഷണ സാധനങ്ങളുണ്ട്, അവരത് കീപ്പ് ചെയ്യണം. ഓപ്പോസിറ്റുള്ള ആളുകൾ വന്നിട്ട് ഇവരുടെ അടുത്തുനിന്ന് ആ ഒരു ഭക്ഷണ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവാതെ സൂക്ഷിക്കണം. പക്ഷേ ഇവർ സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ്? ഇവർ കണ്ണടച്ചിട്ടാണ് നിൽക്കുന്നത്, കയ്യിലൊരു വണ്ടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ഇത് എടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് വടി വെച്ച് അടിച്ച് അവരെ ഔട്ടാക്കണം. അതാണ് പരിപാടി. നല്ല രസമായിട്ട് തന്നെ ചെയ്തു. ആദ്യം തന്നെ ജിസേലിനെ അനു ഔട്ടാക്കി. അനു പുറകെ പോയി അടിച്ച പോലെയാണ് ഞാൻ കണ്ടത്. കാണാതെ എങ്ങനെയാണ് ഇങ്ങനെ പുറകെ പോയി അടിക്കാൻ വേണ്ടി പറ്റുക? ഏതായാലും അത് ജിസേൽ അവിടെ ഉന്നയിക്കുന്നുണ്ട്. പിന്നീട് ജിസേലും പുറകെ പോയി അടിക്കുന്നതൊക്കെ കണ്ടതുകൊണ്ട് പിന്നീട് നമുക്ക് അതിനെക്കുറിച്ചിട്ട് പറയേണ്ട ആവശ്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു ടീമിന് മാത്രമാണ് അതിൽ വിജയിക്കാൻ പറ്റിയത്. ലക്ഷ്മി 2 ഭക്ഷണം എടുത്തിട്ടുണ്ട്, നാച്ചോസും എടുത്തിട്ടുണ്ട്, ഐസ്ക്രീമും എടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് ജയിലാണ്. ഷാനവാസ് അവിടെ പറഞ്ഞതുപോലെ തന്നെ പുഴുത്തുകൊണ്ടിരിക്കുകയാണ്. ഷാനവാസും അനീഷും ഉണ്ട്. അനീഷും മാടുത്തു, ഷാനവാസിനെ കൊണ്ട് മാടുത്തു. ഷാനവാസ് ഇങ്ങനെ നിർത്താതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലൈവൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും. ഷാനവാസ് എന്തൊക്കെയാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനീഷും അടുത്ത് പണ്ടാരടങ്ങി നിൽക്കുകയാണ്. പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകണം. ഇപ്പോൾ ബിന്നിയെ വിളിക്കുകയാണ്. ബിന്നിയെ മുന്നേ ആട്ടി വിട്ടതുകൊണ്ട് ബിന്നി വന്നിട്ട് ഈസി ആയിട്ട് അത് തുറന്നു കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ബിന്നി അവിടെ 1-2 പറഞ്ഞ് ഇവരെ ചെറിയ രീതിയിൽ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. ഷാനവാസ് അപ്പോഴത്തേക്ക് കയ്യിൽ നിന്ന് പോയി വേറെ എന്തൊക്കെയോ വിളിച്ചൊക്കെ പറയുന്നുണ്ട്. മാവെടുത്ത് എറിയുന്നു. മാവ് എറിഞ്ഞിട്ട് ബിന്നിയുടെ ദേഹത്ത് തെറിക്കുന്നുണ്ട്. ബിന്നി അപ്പോൾ കൂടുതൽ പ്രൊവോക്ഡായി. ബിന്നി അപ്പോൾ തിരിച്ച് സോറി പറയാതെ പുറത്തിറക്കി വിടില്ല എന്ന് പറയുന്നു. ആദ്യം രസകരമായിട്ട് മറ്റേ ക്യാപ്റ്റൻ നല്ല ക്യാപ്റ്റൻ ആണെന്ന് പറഞ്ഞാൽ പുറത്തിറക്കി വിടാമെന്ന് പറഞ്ഞ ബിന്നിയാണ്. പക്ഷേ ഇപ്പോൾ പ്രൊവോക്ഡായി. ബിന്നി ബിഗ് ബോസിനോട് പോയി പറഞ്ഞതുകൊണ്ട് ബിന്നി രക്ഷപ്പെട്ടു. ബിഗ് ബോസിനോട് പോയി പറഞ്ഞു എന്നെ ബഹുമാനിക്കാത്തതുകൊണ്ട്, ക്യാപ്റ്റനെ ബഹുമാനിക്കാത്തതുകൊണ്ടാണ് ഇറക്കി വിടാത്തത്, അനീഷിനെ വേണമെങ്കിൽ തന്നെ ഇറക്കി വിടാം. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു പ്രാഥമിക ആവശ്യങ്ങൾ നിഷേധിച്ചുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ബിന്നി രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഒരു കൂടുതൽ നെഗറ്റീവിലേക്ക് പോയില്ല. ഇനിയിപ്പോൾ ഇറക്കി വിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ ഷാനവാസൊക്കെ അവിടെ വേണമെങ്കിൽ കാര്യം കൂടെ സാധിച്ചിട്ട് ആ ഒരു ഗെയിം കൂടെ ഇറക്കാൻ വേണ്ടി നോക്കിയേനെ. കാരണം അതിനും മടിയൊന്നുമില്ല. പുള്ളി ചിലപ്പോൾ അമ്മാതിരി കളിയും കൂടെ കളിക്കും. കാരണം ഇപ്പോൾ പുള്ളി ചെയ്യുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ
അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള പരിപാടിയാണ്. ഈ സാഹചര്യത്തിൽ അക്ബർ ബിന്നിക്കൊപ്പം നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കളിയാക്കൽ മാത്രമായിരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇതിപ്പോൾ മാവ് എടുത്ത് എറിഞ്ഞതുകൊണ്ട് നീ തുറന്നു വിടണ്ട എന്നുള്ളതാണ് അക്ബർ ബിന്നിയോട് പറയുന്നത്. നമുക്കറിയാം ഇതിനെക്കുറിച്ചിട്ട് എന്ത് പറയാനാണ്. ഷാനവാസ് അവിടെ കിടന്നിട്ട് ഭയങ്കര മോശമായിട്ടാണ് സംസാരിക്കുന്നത്. ബാക്കിയുള്ള സ്ത്രീ കണ്ടസ്റ്റൻസ് ഇന്നലത്തെ ഏതോ കമൻറ്റിൽ കണ്ടതുപോലെ തന്നെ പവർഫുൾ ആയിട്ടുള്ള ഗേൾ ഗ്യാങ് അതിനൊക്കെതിരെ സംസാരിക്കുന്നുണ്ട്. അനൂപിനെ പെൺകോന്തൻ എന്നൊന്നും വിളിച്ചത് അനുവിനെ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. എടി പൊടി എന്നൊക്കെ ലക്ഷ്മിയെ വിളിക്കുന്നുണ്ട്. ലക്ഷ്മി അങ്ങടേക്ക് ഇടപെടാൻ വേണ്ടി വരുന്നുണ്ട്. മാവ് എറിഞ്ഞത് ലക്ഷ്മിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ബിന്നിയുടെ തലയിലെ മാവൊക്കെ എടുത്ത് മാറ്റിയത് ലക്ഷ്മിയാണ്. അപ്പോൾ ഷാനവാസ് മറ്റേ സംഭവം എടുത്തിരിക്കുകയാണ്. നിൻ്റെ അമ്മ പറഞ്ഞില്ലേടി, നിൻ്റെ വീട്ടിൽ വരാന്തയിൽ പോലും അവരെ കയറ്റില്ലല്ലോടി. അങ്ങനെ അവിടെ ഇവിടെ നടന്ന എല്ലാ കാര്യവും ഷാനവാസ് ഇവിടെ എടുത്തിട്ടിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. ഇത് ഷാനവാസിൻ്റെ ഗെയിം. എല്ലാ പരിപാടിയും എടുത്തിടും. അതാണ് പുള്ളിയുടെ പരിപാടി. അതിനകത്ത് ഉള്ളതുണ്ടാവും, ഇല്ലാത്തതുണ്ടാവും, പുള്ളി കയ്യിൽ നിന്നിട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ടാവും. വീണ്ടും ബിന്നി പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. മീശ വെച്ച് ആണാണെങ്കിൽ നീ എറിയടാ എന്നൊക്കെ ബിന്നി പറയുന്നുണ്ട്. ഷാനവാസിൻ്റെ പ്രൊവോക്കേഷന് തിരിച്ച് ആ ഒരു മറുപടിയിൽ ഒതുക്കിയത് നന്നായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വേറെ എന്ത് പറയാനാണ്. അമ്മാതിരി അല്പം ആണത്തെ ഷോ ഓഫൊക്കെയാണ് ഷാനവാസ് കാണിച്ചുകൊണ്ടിരുന്നത്. ഇത്തിരി പോന്ന മീശയുണ്ട്, അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ പിരിച്ച് പുള്ളി ഗെയിം അങ്ങനെ കയറ്റി പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളതല്ലാതെ എന്ത് പറയാനാണ്. ഇതൊക്കെ പ്രേക്ഷകർ, നിങ്ങൾ കണ്ട പ്രേക്ഷകർ ഇതിനെക്കുറിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയുക. എനിക്ക് ഏതായാലും ഇതിനകത്ത് മറ്റേ ലക്ഷ്മിയുടെ ഭാഗത്തൊക്കെ നിൽക്കാനായിട്ട് ഇടയ്ക്ക് തോന്നി. ഷാനവാസിൻ്റെ വർത്തമാനം വളരെ മോശം. അതേപോലെ തന്നെ ബിന്നി എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഷാനവാസ് അമ്മാതിരി പുഴുക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഇതിനകത്ത് ബിന്നിയുടെ ഭാഗത്ത് തെറ്റുണ്ട്, ഷാനവാസിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഗെയിമിൻ്റെ ഭാഗമായിട്ട് നോക്കുന്ന സമയത്ത് ബിന്നി ആ ഒരു ഗെയിമിൻ്റെ പരിധിയിൽ നിന്നിട്ടുള്ള പ്രൊവോക്കേഷനും ഉഡായിപ്പും ഒക്കെയാണ് കാണിച്ചിട്ടുള്ളത്. ഷാനവാസ് ആ പരിധി വിടുന്നു. ഷാനവാസ് ആ പരിധി വിട്ടിട്ട് വളരെ മോശമായിട്ടുള്ള അധിക്ഷേപങ്ങളൊക്കെയാണ് നടത്തുന്നത്. അതേപോലെ തന്നെ ഒരു റെസ്പെക്റ്റ്, ഒരു മിനിമം ബേസിക് റെസ്പെക്റ്റ്, അത് ഏത് ഗെയിം ഷോ ആണെങ്കിലും എന്ത് പ്രൊവോക്കേഷൻ ആണെങ്കിലും വേണ്ടതാണ്. അതില്ല. അതേപോലെ തന്നെ ഇത് ആണുങ്ങളുടെ അടുത്ത് പെരുമാറുന്നതും സ്ത്രീകളുടെ അടുത്ത് പെരുമാറുന്നതും വ്യത്യസ്ത രീതിയിലാണെന്നുണ്ടെങ്കിൽ അതിനെ നോക്കിക്കാണുന്ന ഒരു രീതിയും വേറെ ആയിരിക്കും. അപ്പോൾ അത് ഷാനവാസിന് ഗുണകരമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതിനിടയിൽ അനുമോളും നൂറേങ്ങടെ അവിടെ കിടന്ന കോഴിയെ, മറ്റേ ഗെയിമിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ കോഴി അടിച്ചുകൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ബിഗ് ബോസ് പൊക്കുന്നുണ്ട്. ചുമ്മാ ക്യൂട്ട്നെസ് മെഴുകാൻ വേണ്ടിയുള്ള ഒരു പരിപാടി എന്നുള്ളതല്ലാതെ വേറെ ഇതിനകത്ത് ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. ഷാനവാസിൻ്റെയും അനീഷിൻ്റെയും ജയിൽ ടാസ്ക് കഴിഞ്ഞു. മാവ് അരച്ചത് ഹൗസിലേക്ക് എടുക്കാമെന്ന് ബിഗ് ബോസ് പറയുന്നു. ആര്യൻ അവിടെ വരുന്നു, മുടി കാണിച്ചു കൊടുക്കുന്നു. ഈ മുടി എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണ്. എനിക്കതുകൊണ്ട് സഹതാപമാണ് തോന്നുന്നത്. കാരണം നമുക്കൊക്കെ കാര്യമായിട്ട് മുടി കൊഴിയുന്നുണ്ട്. നമ്മുടെ കുഞ്ഞു കുഞ്ഞ് മുടികളാണല്ലോ, താടിയുണ്ട്, മുടിയുണ്ട്, എപ്പോഴും കൊഴിയും. അതുകൊണ്ട് ഞാൻ കിച്ചണിലൊക്കെ കയറുന്ന സമയത്ത് ബാക്കിയുള്ള ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കില്ല. കാരണം എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? അതൊരു പ്രശ്നമാണ്. എന്തെങ്കിലും മരുന്നൊക്കെ കഴിക്കണമെന്ന് തോന്നുന്നു. അനീഷിനും ആ ഒരു മുടി കൊഴിച്ചിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പൊതുവെ ഇപ്പോൾ എല്ലാ ആളുകൾക്കും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പെങ്ങളുട്ടികൾ ആദിലയും നൂറയും ഷാനവാസ് ചെയ്യുന്നത് മോശമാണ് എന്ന് സംസാരിക്കുന്നു. ആദില നൂറോട് ചോദിക്കുന്നു, അത് മോശമല്ലേ? അപ്പോൾ അവർ പക്ക മെയിൽ ഷോവനിസ്റ്റാണ് ഷാനവാസ് എന്നുള്ളതിൽ സർട്ടിഫൈ ചെയ്യുന്നു. നെവിന് ഇതിനകത്ത് റെസ്പെക്റ്റ് ഇല്ലായ്മയും റെസ്പെക്റ്റും ഒക്കെ ലക്ഷ്മി പറഞ്ഞു കൊടുക്കുകയാണ്. എടി പോടി എന്നൊക്കെ വിളിക്കുന്നത് റെസ്പെക്റ്റ് ഇല്ലായ്മയാണോ? റെസ്പെക്റ്റ് ഇല്ലായ്മ തന്നെയാണ്. ആളുകളെ പേര് വിളിക്കുക എന്നുള്ളതാണ് മര്യാദ. ഇപ്പോൾ നമുക്ക് അത്രയധികം സ്വാതന്ത്ര്യമുള്ള ആളുകളെ നമ്മൾ എടി പൊടി എന്നൊക്കെ ചിലപ്പോൾ വിളിക്കാറുണ്ട്. ഈവൻ നമ്മുടെ ഓഫീസിലുള്ള ആളുകളെ പോലും, അല്ലെങ്കിൽ നമ്മളുടെ ടീമിലുള്ള ആളുകളെ പോലും നമ്മൾ അങ്ങനെ എടി പൊടി എന്നൊന്നും വിളിക്കാറില്ലല്ലോ, പേരല്ലേ വിളിക്കുന്നത്. സഹപ്രവർത്തകരെ അങ്ങനെ നമ്മൾ വിളിക്കാറില്ലല്ലോ. എത്രയോ കാലമായിട്ട് നമ്മളോട് വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും. ഇല്ല, അവിടെയൊക്കെ റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് എടി പൊടി എന്നൊക്കെ വിളിക്കുന്നത്? അതേപോലെ തന്നെ ഓരോ ആളുകളുടെയും റെസ്പെക്റ്റിൻ്റെ ഒരു എന്താ പറയുന്നത്, ഒരു മാനദണ്ഡവും അതിൻ്റെ ഒരു ബോർഡർ ലൈനും ഒക്കെ ഡിഫറൻ്റ് അല്ലേ. റെഡി ബോഡി എന്നൊന്നും എല്ലാവരും വിളിക്കാൻ പറ്റത്തില്ല. അതിപ്പോൾ പുരുഷന്മാരെ തന്നെ എടാ പോടാന്നൊക്കെ വഴികിടെ പോകുന്നവർ വിളിച്ചതിന് ഇഷ്ടപ്പെടുമോ? ഇല്ല. നമുക്ക് ഒരാളുമായിട്ട് അത്ര ബന്ധമുണ്ട് എന്നുണ്ടെങ്കിൽ, അവരെ നമ്മൾ ആ ഒരു രീതിയിൽ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ആയിരിക്കും. പക്ഷെ അല്ലാത്ത ആളുകൾ വിളിക്കുമ്പോൾ അത് ഡിസ്റെസ്പെക്റ്റ് തന്നെയാണ്. അതേതായാലും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ചോദിക്കും. അപ്പോൾ ഷാനവാസ് അവിടെ നിന്നിട്ട് സോറി പറഞ്ഞ് മെഴുകും. കാരണം എത്ര തവണ ഷാനവാസിന് പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യമാണ്. പിന്നീട് പതുപോലെ തൂങ്ങി നടന്ന കസേരയിലിരുന്ന് ഷാനവാസ് കാര്യങ്ങൾ മറ്റേ വളച്ചൊടിച്ച് തൻ്റെ കൂടെ ഇരിക്കുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അക്ബർ അതേപോലെ തന്നെ ഒനിയിലൊക്കെ ഷാനവാസ് പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. ദേഹത്ത് വീണിട്ടില്ല എന്നൊക്കെ ഷാനവാസ് പറയുന്നു. മാവേ അത് അവർ വിശ്വസിക്കുന്നു. അതിനിടയിലേക്ക് ലക്ഷ്മി വരുന്നു. അപ്പോൾ ഇവർ എല്ലാവരും കൂടെ കൂടി ലക്ഷ്മിയെ എടി പോടി എന്നൊക്കെ വിളിച്ചിട്ട് അപമാനിക്കുന്നു.
അപ്പോൾ അവിടെ ഷാനവാസ് വീണ്ടും 2-3 വേർഡുകൾ പറയുന്നുണ്ട്. എടി പൊടി തമ്പുരാട്ടി കഴുതേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനു അതിനകത്തേക്ക് കടന്നു വരുന്നു, അവരിടപെടാൻ വേണ്ടി വരുന്നു. അനുവിനെ ഞാൻ കഴുതേ എന്ന് പറയുന്നു. അപ്പോൾ അനു തിരിച്ച് ആ പ്രായമുള്ള മനുഷ്യനെ നീ കഴുതയെന്ന് വീട്ടിൽ പോയി വിളിക്കടാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡിലിരുന്ന് ആര്യൻ പറഞ്ഞ കാര്യം കറക്റ്റാണ്. അക്ബറിന് ഇവിടെ പറയാനൊന്നുമില്ല. അക്ബർ പിന്നെ വെറുതെ അതിനകത്തേക്ക് കയറി വന്നിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ കാര്യമാണ് അനുവൊക്കെ വന്നിട്ട് അവിടെ ചോദിക്കുന്നത്. ലക്ഷ്മി വന്ന് ചോദിക്കുന്നതും ഇതേ കാര്യം തന്നെയാണ്. അക്ബർ അത് കേട്ടോ? അക്ബർ കേട്ടു എന്ന് പറഞ്ഞാലും അക്ബർ അത് കേട്ടിട്ടൊന്നുമില്ല. അക്ബർ ആ ഒരു പരിപാടി മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഷാനവാസ് പഴുത്ത് ചീഞ്ഞ് അളിഞ്ഞ് അക്ബറിനൊരു വളമായി മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. അക്ബർ ആ ഒരു വളം വെച്ചിട്ട് വളരുകയാണെന്നുണ്ടെങ്കിൽ ഈ കമ്മ്യൂണിറ്റി വോട്ടുകളും അതേപോലെ തന്നെ ഈ സീസണിലെ രാജാവിൻ്റെ ഒരു വേക്കൻസിയൊക്കെ അക്ബറിന് നികത്താനായിട്ട് പറ്റും. പക്ഷെ അക്ബർ കളിക്കണില്ല. അക്ബർ ആ ഒരു ബിൻ ബാഗിൽ അങ്ങ് ഇരിപ്പുറച്ച് പോയതുപോലെ എനിക്ക് ഇടയ്ക്കൊക്കെ തോന്നാറുണ്ട്. അക്ബറിന് മോട്ടിവേഷൻ ഇത്തിരി കുറഞ്ഞു പോയി. എനിക്ക് തോന്നുന്നു ഭാര്യ മറ്റേ കപ്പ് വേണ്ട, നന്നായിട്ട് കളിച്ചാൽ മതി എന്ന് പറഞ്ഞത് അക്ബറിന് കൊണ്ടോ എന്നുള്ളത് അറിയത്തില്ല. അക്ബറാണ് അവിടുത്തെ കിങ് എന്നുള്ള രീതിയിൽ കുറച്ച് മോട്ടിവേഷൻ കൊടുക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കയറി വന്നേനെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.